നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം കഴിഞ്ഞ മാസങ്ങളിൽ പലവിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെങ്കിലും ഈ വിഷു സംക്രമണത്തോടെ തന്നെ ക്രമേണ എല്ലാ രംഗങ്ങളിലും സമ്പത്ത്, ക്ഷേമാഭിവൃദ്ധികൾ വരുന്നതായാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ പിൽക്കാലത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തമായി ലക്ഷ്യം കരഗതമാക്കുന്ന വർഷമാണിത്. കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ഇവർ തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഏതു വിധത്തിലും നേടുന്നവരാണ്. ധാന്യങ്ങളും ധനവും സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ പ്രത്യേക കഴിവുണ്ടിവർക്ക്. തങ്ങളുടെ ജീവിത പങ്കാളി തൻ്റെ എല്ലാ കാര്യത്തിലും പങ്കുചേരണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നതിനാൽ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹം വളരെ ദൃഢമാകുന്നതായി കാണുന്നു. കൂടാതെ ആഡംബര ജീവിത സൗകര്യത്തിനായുള്ള അധിക ചെലവുണ്ടാവുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ കർമ്മരംഗത്തുള്ള പുരോഗതിയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും വിജയവും വന്നു ചേരുന്നതായും തെളിയുന്നു. നന്നായി ആലോചിച്ച് ബുദ്ധിപരമായി തീരുമാനമെടുക്കുവാനുള്ള തങ്ങളുടെ കഴിവുകളാൽ മികച്ച വിജയം നേടുവാനും തങ്ങളുമായി സഹകരിക്കുന്നവരുടെ ബഹുമാനവും പ്രശംസയും ഏറ്റുവാങ്ങുവാൻ കഴിവുള്ളവരുമാവുന്നു. നിങ്ങൾ ബിസിനസ്സിനേക്കാൾ കൂടുതൽ ജോലിക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. എന്നിരുന്നാലും ബിസിനസ്സായാലും ജോലിയായാലും നിങ്ങൾ ഉയർന്ന സ്ഥാനത്തായിരിക്കണം എന്നതാണ് തെളിഞ്ഞു കാണുന്നത്. നിങ്ങളുടെ മനസ്സ് സൂക്ഷ്മവും എന്തെങ്കിലും പഠിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നതുമായാണ് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരെയും ആകൃഷ്ടരാക്കുന്ന പെരുമാറ്റവും മനോഭാവവും തീർത്തും ആകർഷകം തന്നെയാണ്. നിങ്ങൾക്ക് ധർമ്മനിഷ്ഠമായ പ്രകൃതമാണ് ഈ വർഷം കൈവന്നിട്ടുള്ളത്. അനുഭവ പരിജ്ഞാനങ്ങളിലൂടെ നിങ്ങൾക്ക് കരഗതമാകുന്ന ഈ സ്വഭാവവിശേഷം നിങ്ങളിൽ നിന്നും എല്ലാവർക്കും സന്തോഷവും സമാശ്വാസവും ലഭിക്കുന്നതായും അതിലൂടെ എല്ലാം നിങ്ങളുടെ കർമ്മങ്ങളിൽ അതീവ
തീവ്ര വേഗതയിൽ, അതായത് കാറ്റിൻ്റെ വേഗതയിലാണെന്നാണ് പറയുന്നത്. വേഗതയിലുള്ള വായുപ്രവാഹം എങ്ങനെയാണോ അഗ്നിയെ പരിപോഷിപ്പിക്കുന്നത്, കൂടുതൽ ജ്വലിപ്പിക്കുന്നത്, അതുപോലെ ഇതെല്ലാം തന്നെ നിങ്ങളുടെ സ്വഭാവവിശേഷത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഈ പ്രത്യേകതകൾ കാരണം നിങ്ങളുടെ പ്രശസ്തിയും പുരോഗതിയും വളരെ കൂടുതൽ അനുഭവ ഗുണങ്ങൾ നേടിത്തരുന്നതായി കാണുന്നു. തങ്ങളുടെ സഹോദരങ്ങളുമായി പ്രത്യേക സ്നേഹമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലും തുടർന്ന് ജോലി കർമ്മരംഗങ്ങളിലും അത്യപൂർവമായ വിജയങ്ങൾക്കുള്ള അവസരങ്ങളാണ് കൈവരുന്നത്. നിങ്ങൾക്കുള്ള പ്രണയബന്ധങ്ങളിലും വളരെ അനുകൂലമായ ഫലങ്ങൾ ഈ വർഷം കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷ-സന്തുഷ്ടി നിറഞ്ഞതായിരിക്കുമെന്നും തെളിയുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ ലഭിച്ചേക്കാവുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും സഹകാരിണിയും ശുഭസുതാര്യമായ കളത്ര സ്വഭാവ ഗുണങ്ങളുമുള്ളവരാണെന്നും അനുഭവയോഗ്യം. ഒരു പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ പൂർവികരിൽ നിന്നോ മാതൃപിതൃ സ്വത്തുക്കളിൽ നിന്നോ ഉള്ള ആദായമോ ഭൂമിയോ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളി വളരെ ദയാലുവും നിങ്ങളെ ജീവിതത്തിൽ ഉടനീളം പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊത്തു ജീവിക്കുന്നവരും നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരുമായിരിക്കും. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവർക്ക് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവഴിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇതിനിടയിൽ ഒന്ന് പറയട്ടെ, നമുക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും കുടുംബ സാമ്പത്തിക ഭദ്രതയും കൂടാതെ സമസ്ത രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തിയുമുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങൾക്കും കാരണഭൂതരാക്കുന്ന ജീവിത പങ്കാളി ഭാര്യയാവാം, ഭർത്താവാം, അവർ കുറച്ച് സമ്പാദ്യം ചെലവഴിച്ചാലും ആഡംബരങ്ങൾക്കായി വ്യയം ചെയ്താലും ഒരു ദോഷവും കാണുന്നില്ല, അല്ലേ? ഒരല്പം കരുതൽ വേണമെന്ന് മാത്രം. കുടുംബത്തിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു മംഗളകർമ്മം നിങ്ങൾക്ക് സാമ്പത്തിക വർധനവ് തരുന്നതായും, സാമ്പത്തിക വ്യയമല്ല, ചിലവല്ല, സാമ്പത്തിക വർധനവ് കൊണ്ടുവരുന്നതായും കാണുന്നുണ്ട്. ഇനി ജോലി തേടുന്നവരാണെങ്കിൽ പുതിയ ജോലി നേടാൻ സാധ്യതയുള്ള സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഈ വർഷം വളരെ അനുയോജ്യമാണ്. യാതൊരു തരത്തിലുള്ള താഴ്ചകൾക്കും സാധ്യതയില്ലാത്ത വളരെ ഗുണപ്രധാനമായ സമയമാണ് രാഷ്ട്രീയക്കാർക്ക് കൈവരുന്നത്. എന്നാൽ നിസ്സാര ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സുദീർഘമായ യാത്രകൾക്കും വിദേശത്ത് ജോലി, ബിസിനസ്, മറ്റ് കർമ്മമേഖലകളുമായി ബന്ധപ്പെട്ട് പോവാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണിത്. കാർഷിക, ജല, വ്യവസായ മേഖലകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും ഉചിതമായ സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഗൃഹനിർമ്മാണത്തിനുള്ള സ്ഥലമോ വ്യാപാരം, വ്യവസായം, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായും ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവ വാങ്ങുവാൻ വളരെ അനുയോജ്യമായ സമയമാണ്. കുടുംബങ്ങളുടെ രോഗാരിഷ്ടതകൾക്ക് താൽക്കാലികമായെങ്കിലും കുറച്ച് പണം ചിലവഴിക്കേണ്ടതായി കാണുന്നുണ്ട്. ഈ വരുന്ന മെയ് മാസത്തിൻ്റെ അവസാന പാദങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ, ഫലങ്ങൾ തരുന്നതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നു. ജോലിയാണെങ്കിൽ പുതിയത് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ സംരംഭങ്ങളോ പ്രോജക്റ്റുകളോ, ഇനി സിനിമ, കല, സാഹിത്യം ഇത്യാദി രംഗങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രൊജക്റ്റിൽ തന്നെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് കാലുറപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് തെളിയുന്നത്. അത്രയും നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദാനധർമ്മ പ്രവൃത്തികൾക്കും സഹായങ്ങൾക്കുമായി സ്ഥാപനങ്ങളോ സംഘടനകളോ തുടങ്ങുവാനുള്ള അവസരങ്ങളുണ്ടാകും. അതിൻ്റെ അർത്ഥം സാമ്പത്തികപരമായി നിങ്ങൾ അത്രയും നേടിയെന്നാണ്. വളരെ ശ്രദ്ധിക്കണം. തങ്ങളുടെ സാമ്പത്തിക മേഖലയിലെല്ലാം തന്നെ തികച്ചും സ്ഥിരമായതും ഭാവിയിലെ ആവശ്യങ്ങൾക്ക് ഉതകും വിധത്തിലുമുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കൈവരാൻ പോകുന്നതെന്ന് കൂടി പറയുന്നു.
അതുകൊണ്ട് തന്നെ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായി തന്നെ ഓർത്തു വെച്ചോളൂ. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും തന്നെ പൊതുവെ മനസമാധാനം, സന്തോഷം തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാൻ വളരെ സാധ്യതയുള്ള സമയമാണ്. കൂടാതെ ഏത് രംഗത്തായാലും അവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തന്നെ വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. തങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. എന്നാൽ തങ്ങളുടെ വളരെ അടുത്തവരുമായോ ബന്ധുജനമിത്രാദികളുമായോ ഉള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംസാരത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ മറ്റുള്ളവർക്ക് അലോസരമുണ്ടാകാതിരിക്കുവാനായി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ആണെങ്കിലും കലാകാരന്മാർക്ക് ആണെങ്കിലും തങ്ങൾക്ക് പ്രധാന പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടി ഈ വർഷം കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന്, ഉന്നത രാഷ്ട്രീയ നേതാക്കളിൽ നിന്നോ അതുമല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിന്നുള്ള ഉന്നത വ്യക്തികളുടെ സഹായമോ സൗഹൃദമോ ലഭിക്കാവുന്ന സമയമാണിത്. കുടുംബത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. മകരരാശിയിൽ അസുരഗണത്തിൽ വരുന്ന അവിട്ടം നക്ഷത്രജാതരിൽ ചിലർ പ്രതികാര ബുദ്ധി പ്രകടിപ്പിക്കുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുന്നതായി കാണാം. അനേകം സുഹൃത്തുക്കൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ പെരുമാറുന്നത് വളരെയധികം ഗുണപ്രധാനമാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും ഇടപെടുന്നതായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതായും കാണപ്പെടുന്നു. എന്നാൽ യുക്തിവാദത്തെ ഇഷ്ടപ്പെടുന്നവരും ഈ നക്ഷത്രക്കാർക്കിടയിലുണ്ടെന്ന് അറിയിക്കട്ടെ. സാധിക്കുമ്പോഴെല്ലാം മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി അവിടെയുള്ള വലിയ വിളക്കുകളിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് അഗ്നി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണഫലങ്ങൾക്ക് സഹായകമാകുന്നു. അവിട്ട നക്ഷത്രക്കാർ ചൊവ്വാപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ദേവി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദേവി പ്രീതിക്ക് വേണ്ടി പൗർണമി വ്രതവും സുബ്രഹ്മണ്യ പ്രീതിക്കായി ഷഷ്ഠി വ്രതവും അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും സർവാഭീഷ്ട സിദ്ധി പ്രാപ്തവും ആണ്. നിശ്ചയം. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.